വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള മസാലക്കൂട്ടൊക്കെ വെച്ച് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മസാല പൂരിയുടെ റെസിപ്പിയാണ് നമുക്കിന്ന് റെസിപ്പി വീഡിയോ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇന്ത്യൻ ക്ലാസിക് ഫിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിക്സ് ചെയ്യാനുള്ളൊരു പാത്രം എടുത്തിട്ട് അതിൽ ഒരു 1.25 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 കപ്പ് റവയും, ആവശ്യത്തിനുള്ള ഉപ്പും, 1 സ്പൂൺ ചില്ലി ഫ്ലേക്സും, ഒരല്പം ഒറിഗാനോ, ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി മിക്സ് ചെയ്ത് വയ്ക്കാം. എല്ലാ പൊടികളും നമ്മൾ ചേർത്ത് കൊടുത്തൊക്കെ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 സ്പൂൺ സൺഫ്ലവർ ഓയിലോ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിലോ നെയ്യോ മെൽറ്റ് ചെയ്ത ബട്ടറോ ചേർത്ത് കൊടുക്കാം. ഇത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ഇത് കുഴച്ചെടുക്കാം. പൂരി മാവിൻ്റെ പരുവത്തിൽ വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. നല്ലവണ്ണം കുഴച്ചതിന് ശേഷം ഇതിലേക്ക് ഒരല്പം ഓയിലും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്നുകൂടി മിക്സ് ചെയ്ത് ഓയിലൊന്ന് കോട്ട് ചെയ്തെടുക്കണം. അതായത് മാവ് ഡ്രൈ ആയി പോവാതെ ഒന്ന് കോട്ട് ചെയ്ത് കൊടുത്ത് നമുക്കിതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഈ റെസ്റ്റ് ചെയ്യുന്ന സമയത്തിന് നമുക്കിതിനൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാനുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഒരു പാൻ ചൂടാകുമ്പം നമുക്ക് അതിലൽപ്പം വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള മിക്സ് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ആഡ് ചെയ്ത് കൊടുക്കാം. സവോളയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു മുട്ട നമുക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. നമ്മുടെ ഈ വഴറ്റിക്കൊണ്ടിരിക്കുന്ന സവാള കൂട്ടൊക്കെ ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്ത് അരികിലോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മുട്ട ഇതിലേക്ക് ഒഴിച്ച് ഇതൊന്ന് ഫ്ലെയിം മീഡിയത്തിലോട്ടിട്ട് ഒന്ന് ചിക്കിയെടുത്ത് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി സ്ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം കുറച്ച് മസാലപ്പൊടികൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ, കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ഒരല്പം ചാട്ട് മസാല പൗഡർ, ഇത്രയും പൊടികൾ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. പൊടികളുടെ പച്ച നിർമ്മാണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഒരല്പം കസൂരി മേത്തി കൂടി ഇട്ട് കൊടുക്കാം. ഫ്ലേവറിനായിട്ട് ഒരല്പം ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മുടെ ഫില്ലിങ്ങും ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് മാറ്റി വയ്ക്കാം. നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്ന മാവ് ഒന്നും കൂടി നമുക്ക് ഒന്ന് മയപ്പെടുത്തിയെടുക്കാം. ആവശ്യമെങ്കിൽ ഒരല്പം ഓയിൽ കൂടി ഒഴിച്ചു കൊടുത്ത്
ഒന്ന് നന്നായിട്ട് ഒന്ന് നല്ലവണ്ണം ഒന്ന് സോഫ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഇനി ഒരു ചപ്പാത്തി പ്രസ് എടുത്ത് അതിലേക്ക് ഒരു കവറ്, നമ്മുടെ ഫുഡൊക്കെ പൊതിഞ്ഞെടുക്കുന്ന ആ ഒരു കവർ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു വലുപ്പത്തിലുള്ള ഉരുള എടുത്ത് പ്രസ്സിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് മതിയൊന്ന് രണ്ട് തവണ ഒന്ന് ഞെക്കി ഇതൊന്ന് അധികം തിന്നും വേണ്ട, അധികം തിക്നെസ്സും വേണ്ടാത്ത രീതിയിൽ ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഫില്ലിങ്ങിൽ നിന്നും അല്പം എടുത്ത് സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് വേണമെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പോ ഇഷ്ടമുള്ളൊരു ഷേപ്പിലോട്ട് ആക്കിയെടുക്കാം. ഇതിപ്പോൾ എങ്ങനെയാണ് ഒരു ബോക്സ് പോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അടുത്ത പൂരിയും അതുപോലെ പരത്തിയിട്ട് ഫില്ലിങ് വെച്ച് കൊടുത്ത് നമുക്കിതുപോലെ ഒന്ന് ഈസി ആയിട്ട് തന്നെ ഇത് കവർ ചെയ്തെടുക്കാൻ പറ്റും. ഫില്ലിംഗ് ഒക്കെ ഉള്ളിലായിട്ടിരിക്കാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് ഇത്ര നേരം ബോക്സ് പോലെ എടുത്തില്ല, വേണമെങ്കിൽ വേറെ 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 ഷേപ്പിലൊക്കെ നമുക്കിതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ എന്താ ഒരു ഇങ്ങനെ ഹാഫായിട്ട് വെച്ച് കൊടുത്ത് ഒരു അടയുടെ ഷേപ്പിലാണ് ഇതാക്കി എടുക്കുന്നത്. ഇതുപോലെ ചുരുട്ടി ചുരുട്ടി ഇഷ്ടമുള്ള രീതിയിൽ ഇതൊന്ന് ആക്കിയെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി വെച്ച് കൊടുത്താൽ വേറെ ഷേപ്പിലായി കിട്ടും. എന്തായാലും ഫില്ലിങ് പുറത്തു വരാത്ത രീതിയിൽ കവർ ചെയ്തെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്കതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി പുകയൊക്കെ വന്നു തുടങ്ങിയാൽ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നല്ല ചൂടോടെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് രണ്ട് സൈഡും ഒന്ന് ആയിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ഫ്ലെയിം കുറച്ച് തീരെ കുറയ്ക്കരുത്, ഒരു മീഡിയമിൽ വെച്ച് ഉള്ളും കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. എണ്ണയിൽ ഫ്രൈ ചെയ്ത് കഴിക്കുന്ന അത്ര ഹെൽത്തി ഒന്നും അല്ലെങ്കിലും നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊന്ന് ഡിഫറെൻ്റ് ടേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പി കൂടിയാണ്. നമ്മൾ റവ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അധികം എണ്ണ കുടിക്കത്തൊന്നുമില്ല. ഇത് രണ്ട് സൈഡും നല്ല ബ്രൗൺ നിറമായിട്ട് കഴിഞ്ഞാൽ നമുക്കിത് കോരിയെടുക്കാം. ഫസ്റ്റ് പൂരി റെഡി ആയിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ അടുത്തതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. തീ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ഉള്ളൊന്ന് വേവിച്ചെടുക്കണം, അല്ലെങ്കിൽ ഉള്ളു വേകാതെ ഇരിക്കും. അത്രയേ ഉള്ളൂ. പിന്നെ ഇത് മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇത് കഴിക്കുന്നതിന് കറിയുടെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മസാല ഫില്ലിംഗ് ആയിട്ടുള്ളത് തന്നെ ഇത് കറിയില്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. അത് നമ്മൾ അടയുടെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നതും കൂടി ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ റെസിപ്പി വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റെസിപ്പിയായിട്ട് ഉടനെ കാണാം. വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.